ഫിലിപ്പീൻസിലെ തെക്കൻ ദ്വീപായ മിൻഡാനോയിൽ അനുഭവപ്പെട്ട അതിശക്തമായ ഭൂകമ്പത്തിൽ കത്തോലിക്ക ദേവാലയങ്ങൾക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും വ്യാപക നാശനഷ്ടം. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് 35-ലധികം ആളുകൾ മരണപ്പെട്ടതായാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരുന്നത്. ജനറൽ സാന്റോസ് സിറ്റി തീരപ്രദേശങ്ങളിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തെ തുടർന്ന് മേഖലയിലുടനീളം സുനാമി മുന്നറിയിപ്പും അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടൽ തീരങ്ങളിൽ അസാധാരണമാംവിധം വലിയ തിരമാലകൾ അടിച്ചതിനെ തുടർന്ന് തീരദേശവാസികൾ വൻ പരിഭ്രാന്തിയിലാണ്. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ ലേക്ക് സെബുവിലുള്ള പ്രശസ്തമായ ഡിവൈൻ മേഴ്സി തീർത്ഥാടന കേന്ദ്രത്തിന് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ തീർത്ഥാടകരെ ആകർഷിച്ചിരുന്ന ഈശോയുടെ രൂപം ഭൂകമ്പത്തിൽ പൂർണ്ണമായും തകർന്നു വീണു. ഫിലിപ്പീൻസ് കത്തോലിക്ക മെത്രാൻ സമിതി തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് തകർന്ന രൂപത്തിന്റെ ദയനീയ ചിത്രങ്ങൾ വിശ്വാസികൾക്കായി പുറത്തുവിട്ടത്. പ്രദേശത്തെ മറ്റ് നിരവധി ദേവാലയങ്ങളുടെ മതിലുകളും മേൽക്കൂരകളും തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഏറെ അസ്ഥിരമായ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിലാണ് ഫിലിപ്പീൻസ് സ്ഥിതി ചെയ്യുന്നതെന്നതിനാൽ ഈ പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലൊന്നാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വലിയ ദുരന്തത്തിൽ ഇരകളായവർക്കും വീടുകളും സ്വത്തുക്കളും നഷ്ടപ്പെട്ട് ഭവനരഹിതരായവർക്കും വേണ്ടി ഫിലിപ്പീൻസിലെ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് വിശ്വാസി സമൂഹം മുഴുവൻ പ്രാർത്ഥനയോടെ ഒന്നിച്ചു നിൽക്കണമെന്ന് ഫിലിപ്പീൻസ് സഭാ നേതൃത്വം ആഹ്വാനം ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി രൂപതകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സന്നദ്ധ പ്രവർത്തകരെ ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട്.